ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന 6 സിനിമകളുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഗോഡ്സില്ല എക്സ് കോങ് കണ്ടു, അതുപോലെ തന്നെ ആടുജീവിതം കണ്ടു, ഇന്നൊരു സീരീസ് കണ്ടു, ആരണ്യക എന്നൊരു സീരീസ് കണ്ടു. ഇതിൻ്റെയൊക്കെ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അതിലൊന്നാമത്തേത് എല്ലാവരും കമന്റ് ബോക്സ് ചോദിക്കാറുള്ള കൽബ് എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കുറേ ആൾക്കാർ കമന്റ് ബോക്സ് ചോദിക്കാറുണ്ട് ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. ആമസോൺ പ്രൈം അല്ലെങ്കിൽ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമുകളിലെ കാര്യങ്ങളാണ് ഇപ്പോൾ പിന്നെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആമസോൺ പ്രൈം എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഇപ്പോൾ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ എന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു 90% ആമസോൺ പ്രൈം ആകാനാണ് ചാൻസ്. പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ കൽബ് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ റൂമേഴ്സ് വന്നിരിക്കുന്നത് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ എന്നുള്ള റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആമസോൺ പ്രൈമാണ് 90% നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്, തെലുങ്ക് ആക്ഷൻ മൂവിയാണ്. ഭീമ എന്നാണ് സിനിമയുടെ പേര്. ഏപ്രിൽ മാസം 5-ാം തീയതി ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മൾട്ടി ലാംഗ്വേജിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം അടക്കമുള്ള ഭാഷയിൽ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ലാ വസ്റ്റേ എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഹിന്ദി മൂവിയാണ്. C5 വഴിയാണ് ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 5-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് GV പ്രകാശ് കുമാർ അതുപോലെ തന്നെ മമിത ബൈജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയായിരുന്നു റെബൽ എന്ന് പറഞ്ഞ സിനിമ. ഒരു പരാജയം നേരിട്ട സിനിമയാണ്. ഏപ്രിൽ മാസം പകുതിയോടുകൂടി ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ. 50 ദിവസത്തെ എന്താ പറയുക തിയേറ്റർ റിലീസ് ചെയ്ത 50 ദിവസത്തെ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 120 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് പിന്നെ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യം പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഇതിനു മുമ്പേ തന്നെ ഓസ്ലർ റിലീസ് ചെയ്തു, എബ്രഹാം ഓസ്ലർ റിലീസ് ചെയ്തു. അതിനുശേഷം പിന്നെ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയാണ് പ്രേമലു എന്നുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസം 5-ാം തീയതിയോ അല്ലെങ്കിൽ 12-ാം തീയതിയോ ഈ രണ്ട് ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസം 12 എന്നുള്ളതാണ് ഏറ്റവും ശക്തമായിട്ട് വരുന്ന റൂമറുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് മഞ്ഞുമൽ ബോയ്സ്. ഏകദേശം 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മലയാള സിനിമയുടെ സീൻ തന്നെ മാറ്റിയ സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രേമലു റിലീസ് ചെയ്ത ശേഷം പിന്നെ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. പല സ്ഥലത്തും റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഏപ്രിൽ മാസം 5-ാം തീയതി ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യുന്നുള്ളത്. പക്ഷേ അതൊക്കെ റൂമറുകൾ മാത്രമാണ്. എന്തായാലും പിന്നെ വിഷു സ്പെഷ്യലൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാന്നുള്ളതാണ്. അതുകൂടാതെ ഏപ്രിൽ മാസം 6-ാം തീയതി ഈ സിനിമയുടെ തെലുങ്ക് ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളും പല സ്ഥലത്തും കാണുന്നുണ്ട്. അതിൻ്റെ ഒന്നും നിജസ്ഥിതി എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വരട്ടെ. എന്തായാലും ഏപ്രിൽ മാസം നമുക്ക് ഈ എല്ലാ സിനിമകളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഈ ഒരു 6 സിനിമകളിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഗോഡ്സില്ല എക്സ് കോങ് അതുപോലെ തന്നെ ആടുജീവിതം ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ആരണ്യക സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.